ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇന്ത്യയുടെ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ഇറാൻ. വെടിനിർത്തലിന് ഇസ്രായേലിനെ സന്നദ്ധമാക്കാൻ ഇന്ത്യ ഇടപെടണമെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി പ്രത്യേക താൽപര്യം എടുക്കണമെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയ ശേഷം വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം റൈസി അറിയിച്ചത്. പശ്ചിമേഷ്യൻ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യൻ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിൽ ഹമാസിനെ തുരത്താൻ ഇസ്രായേൽ സകല സന്നാഹങ്ങളും ഉറപ്പാക്കി യുദ്ധം കനപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ സഹായം ഇറാൻ തേടിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇങ്ങനെയൊരു ആവശ്യം വെച്ചത്. ഇരു രാഷ്ട്ര നേതാക്കളും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് ചർച്ച നടത്തി, സ്ഥിതി വിലയിരുത്തി. ഈ ചർച്ചയിലാണ് സംഘർഷ പരിഹാരത്തിന് ഇന്ത്യൻ ഇടപെടൽ വേണമെന്ന് ഇറാൻ ആവശ്യമുന്നയിച്ചത്. പാശ്ചാത്യ കോളനിവൽക്കരണത്തിനെതിരെ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ നടത്തിയ പോരാട്ടവും ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്താൻ ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറാൻ വാർത്താക്കുറിപ്പിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് നേരായ കൂട്ടക്കുരുതി എല്ലാ രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചതായാണ് മനസ്സിലാക്കുന്നതെന്നും ഇത് തുടർന്നാൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അപ്പാടെ മാറുമെന്നും ഇറാൻ പറയുന്നു. ഉടനടി വെടിനിർത്തൽ നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. മാർഗതടസ്സങ്ങൾ നീക്കി ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കണം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേൽ ഗാസയിലെ ആശുപത്രികൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നതിനാൽ മരിച്ചു വീഴുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. സ്കൂളുകളും മോസ്കുകളും പള്ളികളും ജനവാസ മേഖലകളുമാണ് ഇസ്രായേൽ ആക്രമണത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്തരം യുദ്ധമുറകൾ അപലപിക്കപ്പെടേണ്ടതും സ്വീകാര്യമല്ലാത്തതുമാണ്. ഇത് മനുഷ്യത്വരഹിതമാണെന്നാണ് ഇബ്രാഹിം റൈസി വ്യക്തമാക്കുന്നത്. എന്നാൽ ഹമാസിന്റെ ആദ്യ ആക്രമണത്തെ ഒരു വിധേനയും തള്ളാനോ വിമർശിക്കാനോ തയ്യാറാകാത്തതാണ് റൈസിയുടെ വാർത്താക്കുറിപ്പ്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ സാധ്യമല്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നതിനാൽ ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്നത് ഇറാന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ് റൈസിയുടെ വാക്കുകൾ. അതുതന്നെയാണ് വാർത്താക്കുറിപ്പിൽ തുടർന്നും പറയുന്നത്. ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണെന്നും ഇത് ചെറുക്കാൻ പലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടെന്നും ഇറാൻ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം താൽക്കാലികമായി അവസാനിച്ചാലും കാര്യങ്ങൾ ശുഭകരമാകില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്.